ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ വ്ളോഗിങ് അഫിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് യൂട്യൂബിനെ കുറിച്ച് നമുക്കൊന്ന് ഗവേഷണം നടത്താം, നമുക്ക് റിസർച്ച് നടത്താം. അപ്പോൾ ഞാനിവിടെ യൂട്യൂബ് ബോൺ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യൂട്യൂബിൻ്റെ ഒരു വിക്കിപീഡിയ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ട്രാൻസ്ലേറ്റ് ആയി വരാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് മലയാളത്തിലോട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു അമേരിക്കൻ ഓൺലൈൻ വീഡിയോ പങ്കിടലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഉടമസ്ഥ നമ്മുടെ ഗൂഗിളിലാണ്. ഓക്കെ, യൂട്യൂബിലെ കമ്പനി തന്നെ ഓൺലൈൻ വീഡിയോ അത് അമേരിക്കൻ ആസ്ഥാനമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഗൂഗിൾ യൂട്യൂബ് എന്നൊക്കെ പറയുന്നത്. ഓൺലൈനിൽ വീഡിയോ പങ്കിടാനും വീഡിയോ നമ്മൾ സാധാരണ ഷെയർ ചെയ്യുന്ന പോലെ അപ്ലോഡ് ചെയ്യാനും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. ലോകമെമ്പാടും ആക്സസ് ചെയ്യാവുന്നതാണ്. ലോകത്തിൻ്റെ ഏത് മൂലയിൽ ഇരുന്നിട്ടും നമുക്ക് എന്താക്കാൻ പറ്റും? യൂട്യൂബ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇത് 2005 ഫെബ്രുവരി 14 പേപാലിൻ്റെ 3 മുൻ ജീവനക്കാരായ 2005 ഫെബ്രുവരി 14 പേപാൽ എന്ന ആപ്ലിക്കേഷൻ്റെ 3 മുൻ ജീവനക്കാരാണ് സ്റ്റീവ് ചെൻ, ചാഡ് ഹാർലി, ജാവേദ് കരീം എന്നിവർ ചേർന്ന് ആരംഭിച്ചതാണ്. എവിടെയാണ് ആരംഭിച്ചത്? നമ്മുടെ നമ്മുടെ അമേരിക്കയിൽ ആരംഭിച്ച യൂട്യൂബ് എന്ന കമ്പനി കാലിഫോർണിയയിലാണ് ആരംഭിച്ചത്. സാൻ ബ്രൂണോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇത് ഗൂഗിൾ സെർച്ചിന് ശേഷം ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന 2ാമത്തെ വെബ്സൈറ്റാണ്. എന്താണ് ഇവിടെ പറയുന്നത്? ഗൂഗിൾ സെർച്ചിന് ശേഷം, ഗൂഗിൾ സെർച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. അതിനുശേഷം ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന 2ാമത്തെ വെബ്സൈറ്റാണ് യൂട്യൂബ്. യൂട്യൂബിൽ പ്രതിമാസം 2.5 ബില്യണിലധികം ഉപയോക്താക്കളുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതുപോലെ 2.5 ബില്യണിലേറെ ആളുകൾ എന്താക്കുന്നുണ്ട്? യൂട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്. അവർ എല്ലാ ദിവസവും 1 ബില്യൺ മണിക്കൂറിലധികം വീഡിയോകൾ കാണുന്നു. അവരെല്ലാവരും കൂടി കാണുന്നത് എത്രയാണ്? 1 ബില്യണിലധികം മണിക്കൂറിലാണ് അവർ വീഡിയോകൾ കാണുന്നത്. എല്ലാവരും കൂടി കൂട്ടിയിട്ടാണ്. 2019 മെയ് വരെ മിനിറ്റിൽ 500 മണിക്കൂറിലധികം 2019 മെയ് വരെ ഉണ്ടായിരുന്നത് എങ്ങനെയാണ്? മിനിറ്റിൽ 500 മണിക്കൂറിലധികം എന്ന നിലയിലാണ് ഉള്ളടക്കം എന്ന നിരക്കിൽ വീഡിയോകൾ പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുന്നു. മിനിറ്റിൽ 500 മണിക്കൂറിലധികം ഉള്ളടക്കം എന്ന നിരക്കിൽ വീഡിയോ പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ആ രീതിക്ക് വീഡിയോ എന്താക്കുന്നുണ്ട്? ഓരോ ചാനലും ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരും എന്താക്കുന്നുണ്ട്? അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ 2023 സെപ്റ്റംബർ 19 വീഡിയോ പ്ലെയറിൻ്റെ സ്ക്രീൻഷോട്ടാണ്. 2023 സെപ്റ്റംബർ 13 എടുത്ത സ്ക്രീൻഷോട്ടാണ്. യൂട്യൂബിന് ഈ സ്ഥിരം ലോഗോ വരാൻ തുടങ്ങിയത് 2017 മുതലാണ് കേട്ടോ. പിന്നെ യൂട്യൂബ് സ്ഥാപിച്ചതെന്നാണ് ഫെബ്രുവരി 14, 2005. ഇപ്പം യൂട്യൂബിന് 18 വയസ്സായി കേട്ടോ. പ്രായപൂർത്തിയായൊരു വെബ്സൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് യൂട്യൂബ്. ഇപ്പോൾ പ്രായപൂർത്തിയായത്. യൂട്യൂബിന് 19ാമത്തെ വയസ്സിലോട്ട് കടക്കുന്നു. നമ്മുടെ ഫെബ്രുവരി 14 എന്ന് പറയുന്നത്
മറ്റെന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്തായാലും ആ ദിവസമാണ് യൂട്യൂബ് സ്ഥാപിച്ചത്. ആസ്ഥാനം എവിടെയാണ്? 901 ചെറി അവന്യൂ, സാൻ ബ്രൂണോ, കാലിഫോർണിയ, അമേരിക്ക. അവിടെയാണ് ഇതിൻ്റെ ആസ്ഥാനം വരുന്നത്. ഏരിയസ് വെച്ച് ലോകമെമ്പാടും തടഞ്ഞ രാജ്യങ്ങളൊഴികെ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില രാജ്യങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ടിക്ടോക്ക് ഉൾപ്പെടെ പല വെബ്സൈറ്റ് ആപ്ലിക്കേഷനുകളും നിരോധിച്ചല്ലോ. അതുപോലെ യൂട്യൂബ് നിരോധിച്ച സ്ഥലങ്ങളുണ്ടാവും. അവിടെ ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ഇവർക്ക് എന്താണ് ആക്സസ് ഉണ്ട്. ആരാണ് സ്ഥാപകർ? സ്റ്റീവ് ചെൻ, ചാഡ് ഹാർലി, ജാവേദ് കരീം. പ്രധാന ആളുകൾ ആരാണ്? നീൽമോഹൻ, ചാഡ് ഹാർലി. പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ വരുമാനം എന്ന് പറയുന്നത് $28.8 ബില്യൺ ആണ്. യൂട്യൂബിൻ്റെ രക്ഷിതാവായിട്ട് അറിയപ്പെടുന്നത് ഗൂഗിൾ ലിമിറ്റഡ് കോർപ്പറേഷനാണ്. യൂട്യൂബിൻ്റെ ഡൊമെയിനാണ് നമ്മുടെ youtube.com എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ പരസ്യം ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ആഡ്സെൻസ് ആണ്. ഇത് $28.8 ബില്യൺ എന്ന് പറയുന്നത് 2021 കണക്കാണ് കേട്ടോ. പിന്നെ യൂട്യൂബിന് ഇപ്പോൾ യൂട്യൂബ് കിഡ്സ്, യൂട്യൂബ് മ്യൂസിക്, യൂട്യൂബ് പ്രീമിയം, യൂട്യൂബ് ഷോർട്സ്, യൂട്യൂബ് TV ഇങ്ങനെ 5 തരത്തിൽ ഇപ്പോൾ യൂട്യൂബ് അവൈലബിൾ ആണ്. ഓപ്ഷണൽ മിക്ക വീഡിയോകളും കാണേണ്ടതില്ല. വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക, ഫ്ലാഗ് ചെയ്ത വീഡിയോകൾ കാണുക, പ്ലേലിസ്റ്റുകൾ സൃഷ്ടിക്കുക, വീഡിയോകൾ ലൈക്ക് ചെയ്യുകയോ ഡിസ്ലൈക്ക് ചെയ്യുകയോ ചെയ്യുക, അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുക തുടങ്ങിയ ജോലികൾക്ക് ആവശ്യമാണ്. ഉപയോക്താക്കൾ എത്രയാണ്? 2.514 ബില്യൺ MAU. ജനുവരി 2023 കണക്കാണ് കേട്ടോ ഇത്. ഫെബ്രുവരി 14, 2005 യൂട്യൂബ് നമുക്ക് വേണ്ടി തുറന്നു തന്നു. അപ്ലോഡ് ചെയ്യുന്ന ആൾക്ക് പകർപ്പവകാശമുണ്ട്. സാധാരണ ലൈസൻസ് തിരഞ്ഞെടുക്കാം. യൂട്യൂബിൽ എഴുതിയിരിക്കുന്നു പൈത്തൺ കോറ് സംഭവം ജാവ പ്ലാറ്റ്ഫോം വഴി അങ്ങനെ യൂട്യൂബിൻ്റെ കോഡുകൾ ഇതൊക്കെയാണ്. പൈത്തൺ, അതുപോലെ തന്നെ ഗൈസ്, പിന്നെ ജാവാസ്ക്രിപ്റ്റ്, ഇതൊക്കെയാണ് യൂട്യൂബിൻ്റെ കോഡുകൾ. പിന്നെ യൂട്യൂബ് ഗൂഗിൾ വാങ്ങിയാട്ടെ ഉണ്ടായത്. യൂട്യൂബിൻ്റെ വാർഷിക പരസ്യ വരുമാനം $8.8 ബില്യൺ വർദ്ധിപ്പിച്ചു. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് $9 ബില്യൺ വരുമാനം വർദ്ധിച്ചു. ഗൂഗിൾ വാങ്ങിയതിന് ശേഷം യൂട്യൂബ് പ്രധാന വെബ്സൈറ്റിനപ്പുറം മൊബൈൽ ആപ്പുകൾ, നെറ്റ്വർക്ക് ടെലിവിഷൻ, മറ്റു പ്ലാറ്റ്ഫോമുകളുമായി ലിങ്ക് ചെയ്യാനുള്ള കഴിവ് എന്നിവയിലേക്ക് വികസിച്ചു. യൂട്യൂബിലെ വീഡിയോ വിഭാഗങ്ങളിൽ മ്യൂസിക് വീഡിയോകൾ, വീഡിയോ ക്ലിപ്പുകൾ, വാർത്തകൾ, ചിത്രങ്ങൾ, ഫീച്ചർ ഫിലിമുകൾ, പാട്ടുകൾ, ഡോക്യുമെൻ്ററി മൂവി ട്രെയിലറുകൾ, ടീസറുകൾ, തത്സമയ സ്ട്രീമുകൾ, വ്ളോഗുകൾ എന്നിവയും അതിലേറെയും ഉൾപ്പെടുന്നു. അപ്പം യൂട്യൂബ് ഗൂഗിൾ വാങ്ങിയതിന് ശേഷമാണ് നമുക്ക് എന്താക്കിയത്, ഒരു മൊബൈൽ ആപ്ലിക്കേഷനായിട്ട് നമ്മുടെ യൂട്യൂബ് ഡെവലപ്പ് ചെയ്തെടുത്തത് ഈ ഗൂഗിൾ വാങ്ങിയതിന് ശേഷമാണ്. അപ്പം യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗൂഗിൾ വാങ്ങിയത് അവർക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ആദ്യ യൂട്യൂബർ ആരാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് യൂട്യൂബർ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ CEO ആയിട്ടുള്ള ജാവേദ് കരീം ആണ്. ജാവേദ് കരീം ജനിച്ചിട്ടുള്ളത് 1979 ഒക്ടോബറിനാണ്. അപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാവേദ് കരീമിന് ഇപ്പോൾ വയസ്സെന്ന് പറയുന്നത് 51 വയസ്സോ അങ്ങനെ എങ്ങാണ്ടാവും. 1979 കൂട്ടുമ്പം ഇപ്പം 30 ആയിട്ടില്ലല്ലോ. 20, 40, 44, 45 വയസ്സായിട്ടുണ്ടാവും.
ജാവദ് കരീമാണ് ഫസ്റ്റ് യൂട്യൂബർ. യൂട്യൂബിൻ്റെ CEO ആണ്. ജാവദ് കരീമിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ജാവദ് കരീം. ഇതാണ് യൂട്യൂബിൻ്റെ CEO ആയിട്ടുള്ള ജാവദ് കരീം. ഇദ്ദേഹമാണ് എന്താക്കിയത്, ഫസ്റ്റ് യൂട്യൂബറായിട്ട് വിലസിയത്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് 2005 ഏപ്രിൽ 24 ജാവദ് കരീം അപ്ലോഡ് ചെയ്തിട്ടുള്ള മീ അറ്റ് ദ സൂ എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ ആണ്. ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം എന്താണ് ഇതിന് മാത്രം എതിരുള്ളതെന്ന് നോക്കാം. Alright, so here we are in front of the elephants. Cool thing about these guys is that they have really long trunks, and that's cool. And that's pretty much all there is to say. കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. അപ്പോൾ അതിന് എത്ര വ്യൂസ് കിട്ടി എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ആ ഒരു വീഡിയോക്ക് അദ്ദേഹത്തിന് എത്രമാത്രം വ്യൂസ് ലൈക്സ് കിട്ടി. അദ്ദേഹത്തിന് 30 കോടിയിലധികം വ്യൂസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 43.4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അദ്ദേഹത്തിന് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, എങ്കിലും നല്ല രീതിയിൽ വ്യൂസ് കിട്ടുന്നുണ്ട്. പിന്നെ 1.5 crore-ലധികം 1.5 കോടിയിലധികം അദ്ദേഹത്തിന് എന്താക്കുന്നുണ്ട്, ലൈക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് യൂട്യൂബറെ നോക്കി നോക്കാം. നമുക്ക് സെക്കൻഡ് യൂട്യൂബർ ആരായിരിക്കും? മിസ്റ്റർ ബീസ്റ്റ് ആണ് രണ്ടാമതായിട്ട് ചാനൽ തുടങ്ങിയത്. വാൻഡഡ് ലോസ് ഓർഗനൈസേഷൻ മോസ്റ്റ് സബ്സ്ക്രൈബഡ് ആണല്ലോ. ഓക്കെ, നമുക്ക് ഇനി ഇന്ത്യയിൽ ആരാണ് ആദ്യം ചാനൽ തുടങ്ങിയെന്ന് നോക്കാം. ഇൻ ഇന്ത്യ ആരായിരിക്കും? അശോക 007 വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ യൂട്യൂബർ ഓർ ഓൾഡസ്റ്റ് ഇന്ത്യൻ യൂട്യൂബ് ചാനൽ. ഹി വാസ് ക്രിയേറ്റഡ് ദിസ് ചാനൽ October 16, 2005. YouTube is launched 14 February 2005. This channel has uploaded only 7 videos. This channel have now 6K plus subscribers. ഇപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് ഏറ്റവും പഴക്കം ചെന്ന യൂട്യൂബർ, അല്ലാന്നുണ്ടെങ്കിൽ ആദ്യത്തെ യൂട്യൂബർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ. ഹി വാസ് ക്രിയേറ്റഡ് ദിസ് ചാനൽ. അദ്ദേഹത്തിൻ്റെ ചാനൽ ക്രിയേറ്റ് ചെയ്തു October 16, 2005 അദ്ദേഹം ചാനൽ ക്രിയേറ്റ് ചെയ്തത്. യൂട്യൂബ് ഇസ് ലോഞ്ച് 14 February 2005. യൂട്യൂബ് ലോഞ്ച് ചെയ്തെന്ന് പറയുന്നത് February 14, 2005
ദിസ് ചാനൽ ഹി അപ്ലോഡഡ് ഓൺലി 7 വീഡിയോസ്. ആ ചാനലിൽ അദ്ദേഹം വെറും 7 വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ദിസ് ചാനൽ ഹാവ് നൗ 6K പ്ലസ് സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അതിൽ 6000-ലേറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇന്ത്യയിലെ മോസ്റ്റ് സബ്സ്ക്രൈബഡ് പേഴ്സൺ നോക്കാം. ആരാണ് ഇന്ത്യയിൽ വെച്ച് ഏറ്റവും സബ് കൂടിയ പേഴ്സൺ? അത് നമുക്കൊന്ന് നോക്കി നോക്കാം. ടി സീരീസ് എന്ന് പറയുന്ന ഈ ഒരു ചാനലാണ്, നിങ്ങൾ കാണുന്ന ഈ ഒരു ചാനലാണ് 252 മില്യൺ സബ്സ്ക്രൈബേഴ്സ് നേടിയിട്ടുള്ള ഇന്ത്യയിൽ നിന്ന് ഫസ്റ്റ് നിൽക്കുന്ന ചാനൽ. പിന്നെ രണ്ടാമതായിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത് സോണി എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ഇന്ത്യയാണ്. അതിലെന്ന് പറയുന്നത് 124 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. പിന്നെ നമ്മുടെ മൂന്നാമതായി നിൽക്കുന്നത് നമ്മുടെ സി മ്യൂസിക് കമ്പനി 101 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ്. പിന്നെ ഗോൾഡ് മൈൻസ് എന്ന് പറയുന്ന ചാനൽ 91.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഏൺ ചെയ്തിട്ടുണ്ട്. പിന്നെ സോണി സാപ്പ് എന്ന് പറയുന്ന ചാനൽ 86.6 മില്യൺ വ്യൂസ് ഏൺ ചെയ്തിട്ടുണ്ട്. പിന്നെ സി ടി വി 73.8 മില്യൺ ഏൺ ചെയ്തിട്ടുണ്ട്. ചൂച്ചു ടി വി നഴ്സറി ലൈമി ആൻഡ് കിഡ്സ് സോങ് 68.3 മില്യൺ ആഡ് ചെയ്തിട്ടുണ്ട്. കളേഴ്സ് TV 67.9 മില്യൺ ഏൺ ചെയ്തിട്ടുണ്ട്. ടി സീരീസ് ഭക്തി സാഗർ 64 മില്യൺ ഏൺ ചെയ്തിട്ടുണ്ട്. ഷെമാറോ എൻ്റർടൈൻമെൻറ്റ് 49.6 മില്യൺ ഏൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ നിന്ന് ആരാണെന്ന് നോക്കാം. ഫസ്റ്റ് യൂട്യൂബർ കേട്ടോ. നമുക്ക് കേരള സബ്സ്ക്രൈബർ ഒഴിവാക്കാം. ടോപ്പ് യൂട്യൂബേഴ്സ് ഇൻ കേരള ആണ്. അതൊന്ന് എടുത്ത് നോക്കാം. ഇതിൽ വരുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ആരാണ്? മിക്കവാറും നമ്മുടെ KL ബ്രോ ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് നോക്കാം. ടോപ്പ് യൂട്യൂബേഴ്സ് ഇൻ കേരള. ഫസ്റ്റ് ആരാ നിൽക്കുന്നത്? യെസ്, നമ്മുടെ KL ബ്രോ തന്നെ. KL ബ്രോ വിച്ചൂർ ഋത്തിക് ആണ് 12.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഏൺ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ സെക്കൻഡാണ് നമ്മുടെ ജിയോ മച്ചാൻ വരുന്നത്. ഫോട്ടോക്കിൻ്റെ ജിയോ മച്ചാൻ വരുന്നത് സെക്കൻഡായിട്ടാണ്. തേർഡായിട്ട് വരുന്നത് ആരാണ്? നമ്മുടെ നിഖിൽ പ്രസാദ് കരിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൻ്റെ നിഖിൽ പ്രസാദാണ് 8.77 മില്യൺ ഏൺ ചെയ്തിട്ട് നിൽക്കുന്നത് ആയിട്ട്. പിന്നെ നമ്മുടെ ഫോർത്തായിട്ട് നിൽക്കുന്നതാണ് ഫിറോസൊക്കെയാണ്. ഫിറോസ് ചുട്ടിപ്പാറ ആണ്. വില്ലേജ് ഫുഡ് ചാനലിൻ്റെ ഓണറാണ് ഫിറോസക്ക. ഫിറോസ്ക്ക് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണ വിഭവങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന
ഒരു മഹനീയ വ്യക്തിയാണ് ഫിറോസിക്ക. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 6.94 മില്യനാണ്. പിന്നെ അഞ്ചാമത്തെന്ന് പറയുന്നത് ഷമീസ് കിച്ചൺ എന്നുള്ള ഷമീറ PR-ൻ്റെ ചാനലാണ്. 4.27 മില്യനാണ്. പിന്നെ ഇത്രയാണ് ഈ ഒരു ഇതിലുള്ളതല്ലേ. ഓക്കെ, നമുക്ക് യൂട്യൂബേഴ്സ് റാങ്ക് എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. കേരള യൂട്യൂബേഴ്സ് റാങ്ക്. മികച്ച 15 മലയാള യൂട്യൂബർമാർ കേരളത്തിലെ എന്ന് പറയുന്നുണ്ട്. അൺബോക്സിംഗ് ഡ്യൂഡ്, മല്ലു ട്രാവലർ, ശരിയായിട്ട് വന്നില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ലല്ലോ. YouTuber subscriber in Kerala, famous YouTuber in Kerala, roiling the top rank. Lowest YouTuber in the world. അതെടുത്ത് നോക്കാം. Who is the least subscriber on YouTube? ആരാണ് മഹത് വ്യക്തി എന്ന് നമുക്ക് നോക്കാം. ടൂപ്പടി ഗുഡ് സൈറ്റ് എന്നാണ് പറയുന്നത്. In this article, we started just like you. Handful of subscribers, some even 0 subscribers and no views. And yet they have gone all the way to becoming the top popular channels we all look forward to. Table contents. ഞാൻ ഉദ്ദേശിച്ച ഇതിലില്ല ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടതാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പം ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ ബൈ, സീ യു.